കൊച്ചി കോർപ്പറേഷൻ മേയറെ നിശ്ചയിച്ചതിൽ കോൺഗ്രസിനുള്ളിൽ ഭിന്നത രൂക്ഷമാണ്. തന്നെ തഴഞ്ഞതിലെ അതൃപ്തി തുറന്നു പറയുന്നു KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്. ഇന്നും രംഗത്തെത്തി. മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിൽ നേതൃത്വമാണ് മറുപടി പറയേണ്ടത്. തെരഞ്ഞെടുപ്പിന് തന്നോട് നേതൃത്വം നൽകാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണെന്നും പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ലെന്നും ദീപ്തി മേരി വർഗീസ് പറയുന്നു. KPCC കൊടുക്കുന്ന സർക്കുലർ പ്രകാരം വേണം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ. തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് എങ്ങനെ വേണമെന്ന് അതിൽ പറഞ്ഞിരുന്നു. ആ പറഞ്ഞിരുന്ന ഒരു പ്രോസസ്സ് നടത്തുന്നതിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എണ്ണത്തിൻ്റെ ഒരു കണക്ക് അതിൽ മാത്രം എനിക്ക് വിയോജിപ്പുണ്ട്. ഓപ്പണായിട്ട് ആളുകളോട് ചോദിച്ചത് തന്നെ അതിൻ്റെ അവർക്കുള്ള സ്വാതന്ത്ര്യം, വോട്ട് അവർക്ക് പിന്തുണ നൽകാനുള്ള സ്വാതന്ത്ര്യത്തെ ബാധിച്ചു എന്നാണ് കരുതേണ്ടത്. എൻ്റെ ആത്മവിശ്വാസം എന്നോടൊപ്പം വളരെയധികം കൗൺസിലർമാരുണ്ട് എന്ന് തന്നെയാണ്. ആ ഒരു പ്രോസസ്സ് നടന്ന കാര്യത്തിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ KPCC പ്രസിഡന്റിനെ അറിയിച്ചിട്ടുമുണ്ട്. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ രംഗത്ത് വന്നു. KPCC മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ലംഘിക്കപ്പെട്ടു. കോർപ്പറേഷൻ തലത്തിലുള്ള കോർ കമ്മിറ്റി കൂടാതെ മേയറെ അനൗൺസ് ചെയ്തു. ഈ മുഴുവൻ കൗൺസിലർമാരെയും ഗ്രൂപ്പ് തിരിഞ്ഞ് നേതാക്കൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. പല തരത്തിലുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. തീർച്ചയായിട്ടും ഒരു അജണ്ട ഉണ്ടാകാം. ദീപ്തിയെ മേയറാക്കാതിരിക്കാനുള്ള ഒരു അജണ്ട ഇവിടെ ഓപ്പറേറ്റ് ചെയ്തത്. അത് ആരാണെന്ന് എനിക്കറിയത്തില്ല. ആ മേയറാക്കാതിരിക്കാനുള്ളൊരു ഓപ്പറേഷൻ, അതിന് ഒരു സംവിധാനം, ഒരു പുതിയ ഗ്രൂപ്പ് സംവിധാനം, ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായത്. പുതിയ പവർ ഗ്രൂപ്പ് 100% തെറ്റായ സമീപനമാണ്. 100%. പരാതികൾ പരിഹരിക്കുമെന്നും ദീപ്തി എന്നും നല്ല സുഹൃത്തുമെന്നുമായിരുന്നു വിവാദങ്ങളിൽ നിയുക്ത മേയർ VK മിനിമോളുടെ പ്രതികരണം. ഞങ്ങൾക്ക് തമ്മിൽ പ്രത്യേകിച്ച് ഒരു വഴക്കോ വൈരാഗ്യമോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഞാനും ദീപ്തിയും നല്ല സുഹൃത്തുക്കളാണ്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ അതിൽ ഒരു ലീഡർഷിപ്പിൻ്റെ തീരുമാനം അത് അന്തിമമാണ്. അതെല്ലാം ഞങ്ങളെല്ലാവരും കൂട്ടായിട്ട് അതനുസരിക്കും. കാരണം ടീം UDF ആണ്. കഴിഞ്ഞ 3 ടേമുകളായി കൊച്ചിൻ കോർപ്പറേഷൻ്റെ കൗൺസിലിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതായിരിക്കാം എനിക്ക് അനുകൂല ഘടകമായി വന്നതെന്ന് ഞാൻ കരുതുന്നു. ആ 2 കമ്മിറ്റികൾ ഞാൻ ഉത്തരവാദിത്തപൂർവ്വം നിർവഹിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്കൊരു പ്രയോറിറ്റി കിട്ടിയതെന്ന് ഞാൻ കരുതുന്നു, പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ വർഷമായതുകൊണ്ട്. ലാൽകൃഷ്ണൻ ചെയ്യുന്ന ഏറ്റവും പുതിയ ദീപ്തി മേരി വർഗീസ് അവരുടെ പരിഭവം പറഞ്ഞു എന്നത് ശരിയാണ്. പക്ഷേ അജയ് തറയിൽ കുറച്ചുകൂടി കടന്ന് ദീപ്തി മേരി വർഗീസിനെ മേയർ സ്ഥാനത്ത് ഒഴിവാക്കാൻ ഗൂഢമായ ഒരു അജണ്ടയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഭിന്നത, പ്രശ്നങ്ങൾ, തർക്കം കൂടുതൽ രൂക്ഷമാവുകയാണോ ലാൽ? ഭിന്നത കൂടുതൽ രൂക്ഷമാവുകയാണ് എന്നുള്ളതിൽ അങ്ങനെ വലിയ സംശയങ്ങളൊന്നുമില്ല. കാരണം അജയ് തറയിൽ മാത്രമല്ല, മൂവാറ്റുപുഴ MLA ആയ മാത്യു കുഴൽനാടൻ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ദീപ്തിക്ക് പരസ്യമായ പിന്തുണയുമായി തന്നെ രംഗത്തെത്തിയിരുന്നു. ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് പറയുമ്പോഴും അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലുണ്ടായ ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. കാരണം KPCC നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഒരു ജില്ലാ കമ്മിറ്റി എങ്ങനെ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തു എന്ന ചോദ്യമാണ് ദീപ്തി മേരി വർഗീസ് ചോദിക്കുന്നത്. അതിനവർ തെളിവുകൾ നികത്തുന്നുണ്ട്. ഓപ്പൺ ബാലറ്റ് വെച്ചു. മാത്രമല്ല, മുതിർന്ന KPCC ഭാരവാഹി ഉണ്ടെങ്കിൽ അവരെ പരിഗണിക്കണം എന്ന നിർദ്ദേശം അട്ടിമറിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. പക്ഷേ കൗൺസിലർമാരുടെ എല്ലാവരുടെയും അഭിപ്രായം തേടിക്കൊണ്ടാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത് എന്ന് DCC അധ്യക്ഷന് പുറമെ ഈ ജില്ലയിലെ UDFന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഡൊമിനിക് പ്രസന്റേഷൻ കൂടി പറയുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് എല്ലാ കൗൺസിലർമാരെയും ഇരുത്തി ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അതിന് കണ്ണിച്ചുകൊണ്ട് തന്നെയാണ് ദീപ്തി പറഞ്ഞത് ഇതൊരു ഓപ്പൺ ബാലറ്റ് ആയിരുന്നു, ഒരു രഹസ്യ ബാലറ്റ് സ്വഭാവം സൂക്ഷിക്കണമായിരുന്നു. തനിക്ക് കിട്ടേണ്ട പിന്തുണ കിട്ടാതെ പോയതിൻ്റെ പ്രധാന കാരണം ഇതിന് ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണെന്നാണ്. ദീപ്തി പറയാൻ മടിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഒരാൾ അജയ് തറയിലാണ് എന്ന് തന്നെ പറയാം. കാരണം ഒരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട ദീപ്തി മേരി വർഗീസിനെ മേയറാക്കരുത് എന്ന അജണ്ടയായിരുന്നു. ആ അജണ്ട നടപ്പാക്കുന്നതിന് DCC അധ്യക്ഷനടക്കമുള്ള ആളുകൾ സ്വരുക്കൂട്ടിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു കാര്യം നടന്നത് എന്നുള്ളതാണ്. അജയ് തറയിൽ അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത കോർ കമ്മിറ്റിക്ക് ശേഷം നടന്ന തീരുമാനത്തിൽ വേണുഗോപാൽ എങ്ങനെ വന്നു, വേണുഗോപാലാണ് ഇത്തരത്തിൽ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ ഒരു നേതൃത്വം വഹിച്ചത് എന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മാത്രമല്ല, രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട ബാലറ്റിന്റെ സ്വഭാവം സൂക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു പവർ ഗ്രൂപ്പ് വീണ്ടും ഫോം ചെയ്തിരിക്കുകയാണ്. അത് എറണാകുളം ജില്ലയിൽ. ആ പവർ ഗ്രൂപ്പിന്റെ സ്വഭാവത്തിനനുസരിച്ചാണ് തീരുമാനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിന് ദോഷം ചെയ്യും എന്ന കാര്യം കൂടി അജയ് തറയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണെങ്കിലും മേയർ തിരഞ്ഞെടുപ്പിന് പിന്നാലെ കൊച്ചി കോർപ്പറേഷനിൽ അനിശ്ചിതത്വങ്ങൾക്ക് പുതിയ തുടക്കം കുറിക്കുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ തന്നെ ആഭ്യന്തരമായ വലിയൊരു പൊട്ടിത്തെറിക്കാണ് ഇപ്പോൾ വശം വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.